എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നമ്മുടെ ഗ്രീൻ ഹൗസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു പച്ചക്കറി മേടിച്ചിട്ടെന്നല്ല, പച്ചക്കറി പറിച്ചിട്ട് നമുക്കൊരു വേറൊരു റെസിപ്പി, എനിക്കറിയത്തില്ല നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ആ റെസിപ്പിന്ന്. അപ്പോൾ എന്താണ്, നമ്മുടെ കോവയ്ക്കയാണ് ഞാൻ പറിക്കുന്നത്. കോവയ്ക്കയും പിന്നെ അതിൻ്റെ കുറച്ച് ഇലകളും. അപ്പം നല്ല ഇല നോക്കി പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ളൊരു ഒരു റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്താ പറയുക, നമ്മുടെ കോവയ്ക്കൊക്കെ ഇപ്പം പല പല കറികൾക്കൊക്കെ പറിച്ച് ഉപയോഗിച്ചത് കൊണ്ട് അധികമൊന്നുമില്ല, ഒരു 2-3 അത് മതി ആക്ച്വലി, നമ്മളത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അടുക്കളയിൽ വന്നു. അപ്പം എന്താണ് പരിപാടി എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുകൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോകണം. നിങ്ങളത് കഴിച്ചിട്ടുണ്ടോ ഇതുകൊണ്ടൊരു ചമ്മന്തി? അപ്പം ഇതിൻ്റെ ഇലയും 2 കോവയ്ക്ക, അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കഴിയുമ്പോൾ രാജേഷ് ഒരു കോവയ്ക്ക കൂടെ കണ്ടുപിടിച്ചിട്ട് കൊണ്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം, അതാണ് എൻ്റെ പരിപാടി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കോവയ്ക്കയുടെ ഇല നമ്മുടെ പത്തിലയിൽ ഉൾപ്പെടുന്നതാണ്, ഒത്തിരി ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ കോവയ്ക്ക കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. അപ്പം എല്ലാം കൊണ്ട് ഗുണമുള്ളൊരു സാധനമാണ്. അപ്പം നമുക്ക് എന്താ പറയുക, ഒന്ന് കഴുകി അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ. കോവയ്ക്ക കൊണ്ട് നമുക്ക് ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ എന്നാ പറയുന്നത്, നമുക്ക് ഇവിടെ കോവയ്ക്ക തീർന്നു, എത്രയൊക്കെ ഉണ്ടായുള്ളൂ. അടുത്ത വർഷം ഇതിൽ കൂടുതലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കോവയ്ക്ക കൊണ്ട് റെസിപ്പി ചെയ്യുന്നതിൻ്റെയും നല്ല ടേസ്റ്റാണ് നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് കൃഷി ചെയ്തുണ്ടാക്കിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം എന്നാ പറയുന്നത്, ഞാനിതുകൊണ്ട് പല സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. ഇന്നാണ് തിരിച്ചറിഞ്ഞത് ഇനി കോവയ്ക്ക പറിക്കാനില്ല. ഇനി ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. ഉണ്ടാവുകയാണെങ്കിൽ ഞാനതുകൊണ്ട് വേറെ റെസിപ്പിയൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും റെസിപ്പികളൊക്കെ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ. അപ്പം ഞാനത് മൊത്തം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. നമ്മൾ കോവയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം, അല്ലാതെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ കോവയ്ക്ക് ഒന്ന് 4ആയിട്ട് ഒന്ന് മുറിച്ചിട്ട് അത് പൊളന്നിട്ട് കുഞ്ഞിതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുവാണ്. ഇച്ചിരി കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇലയും അതുപോലെ തന്നെ ഒന്ന് ചുരുട്ടി പിടിച്ചിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നന്നായിട്ടിത് കഴുകി ഇടാം, കാരണം ചിലപ്പോൾ ഇലയുടെ അടിയിലൊക്കെ കുഞ്ഞു കുഞ്ഞു കൃമികളല്ലോ, എന്താ പറയുക, നമ്മുടെ കുഞ്ഞു കീടങ്ങൾ, ചുക്കിരിവല അങ്ങനെയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഞാനൊരു 2 പച്ചമുളകും കൂടി അതിനകത്തേക്ക്, ഒത്തിരി ചെറുതായിട്ടല്ല, ഒരു സാമാന്യം ഒരു 4 കഷ്ണമായിട്ട് ഞാനൊന്ന് മുറിച്ച് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കും. കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്, നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഇടുന്നത് നമ്മുടെ സാമ്പാർ പരിപ്പ് അഥവാ തൂർദാലാണ്. ഞാൻ എൻ്റെ ഒരു കൈപ്പിടിക്ക്, അതായത് 1 ടേബിൾ സ്പൂണാണ് അത് കേട്ടോ. അപ്പോൾ തൂർദാൽ 1 ടേബിൾ സ്പൂൺ ഇട്ടു. അതൊന്ന് ഒരുമാതിരി ഒന്ന് വറക്കുമ്പോൾ സെയിം ടൈം നമുക്കിതെല്ലാം ഒരുമിച്ച് തന്നെ വറക്കാം. കുറച്ച് ഉഴുന്ന് പരിപ്പ്, അതായത് ഉറുദു ദാൽ, അതും 1 ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിനാണ് ഞാനിടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊക്കെ ചേർത്താൽ മതി, ഇഷ്ടമില്ലെങ്കിൽ ചെയ്യേക്കണ്ട. പക്ഷേ ഇതൊക്കെ ഇട്ടിട്ട് അന്ന് ചമ്മന്തി അരിക്കുമ്പോഴല്ലോ പ്രത്യേക ടേസ്റ്റാണ്. അപ്പം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ ഇനി നമുക്ക് ഒരു സാധനം കൂടെ ഇടാനായിട്ടുണ്ട്. അതാണ് നമ്മുടെ ജീരകവും ഞാൻ ഒരു 1 ടീസ്പൂണാണ് ഇടുന്നത്. മറ്റേത് ടേബിൾ സ്പൂണാണ്, ഇത് മാത്രം 1 ടീസ്പൂണാണ് ഇടുന്നത്. ജീരകത്തിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമാണ്. ചില ആൾക്കാർക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കാരണം ജീരകത്തിന് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട, ഒരു കുഴപ്പമില്ല. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി നമുക്ക് കുറച്ച് കരിയാപ്പില, അത് ഞാൻ കഴുകി വെച്ചേക്കുന്നതാണ്, കരിയാപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വറക്കുമ്പോഴല്ലോ നല്ലൊരു മണമാണ്. നമ്മൾ സാമ്പാർ പരിപ്പൊക്കെ വറക്കുമ്പോൾ ഒരു മണമില്ല, സാമ്പാർ പൊടി നമുക്ക് ഉണ്ടാക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു നല്ല മണമാണിത്. അപ്പം ഇത് തമിഴ് സ്റ്റൈലാണോ ഹിന്ദിക്കാരുടെ സ്റ്റൈലാണോ എന്നൊന്നും പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതിൻ്റെ ഒറിജിനൽ എവിടെ നിന്നാണ്. അപ്പം ഞാനാണെങ്കിൽ പണ്ട് മുതൽ കാണുന്നൊരു ഹിന്ദി ചാനലുണ്ടായിരുന്നു, നിഷ മധുലിക എന്ന് പറഞ്ഞേ. അപ്പം എന്താ പറയുക, പുള്ളിക്കാരത്തി ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. അപ്പം എനിവേ ഇത് ആദ്യമായിട്ടാണ് ഞാൻ പരീക്ഷിക്കുന്നത്. അപ്പം ഞാൻ അത് കോവയ്ക്കയും ഇലയും കൂടെ അരിഞ്ഞത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുവാണ് കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അത് കഴിയുമ്പോഴത്തേനും എന്താ പറയുക, നമ്മുടെ ചീനിച്ചട്ടിയുടെ ചൂടി കിടന്നിട്ട് ബാക്കി അതങ്ങോട്ട് വെന്തോളും. അത് കാരണം നമുക്ക് ഞാനത് ഓഫ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ചൂട് ഒന്നാറി കഴിയുമ്പോഴത്തേനും നമ്മൾ വറുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ചെറുതായിട്ടൊന്ന് ചൂട് ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേനും നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇത് മാറ്റിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം കുറച്ച് വെള്ളം എടുത്തിട്ട് അരച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് എന്താ പറയുക, കാണിച്ചു തരാം.
ഓക്കെ. അപ്പം ഞാൻ ഇത് അതിന് ചൂടാറിയിട്ടുണ്ടേ, ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം ഞാനത് ഒത്തിരി അങ്ങ് ഇതാക്കിയില്ല, കാരണം ഇതിൻ്റെ അകത്ത് ചീനിച്ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ബാക്കി പരിപാടികളൊക്കെ നടക്കുമല്ലോ, അത് കാരണമാണേ. അപ്പം നിങ്ങൾക്ക് ഇത് എന്താ പറയുക, നല്ലൊരു വെറൈറ്റി, നമ്മൾ ഇങ്ങനത്തെ ഒരു ചട്നി ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ പണ്ട് മുതൽ കുക്കിങ്, എനിക്ക് നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാൻ എപ്പോഴും നിഷ മധുലിക്കയോ അങ്ങനെ പറഞ്ഞൊരു യൂട്യൂബറുണ്ട്, പുള്ളിക്കാരത്തിൻ്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുള്ള ആളാണ്. അപ്പം അതിൻ്റെ അകത്ത് ഉള്ളതാണ് നമ്മുടെ കോവയ്ക്ക ചട്നി. അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ കടയിൽ നിന്ന് മേടിച്ചുണ്ടാക്കുന്നതിനേക്കാളും നല്ല നമ്മുടെ സ്വന്തം വീട്ടിൽ ഉണ്ടായിട്ട് ഒരു പ്രത്യേക ഒരു ത്രില്ലല്ലേ. അപ്പം ഞാൻ അന്ന് ഓർത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിച്ചാൽ എനിക്കത് കറക്റ്റാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഞാൻ നോക്കട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാണ്, എക്സൈറ്റഡ് ആണ്. നമുക്ക് അരച്ച് നോക്കാം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളോട് ഇതിൻ്റെ അകത്തേക്ക് ഇടണം. അതായത് ഞാൻ ഒരിച്ചിരി എന്താ പറയുക, മുളക് പൊടി അങ്ങ് ഇടുവാണേ. മുളക് പൊടി നമുക്ക് ഒരു കളറിന് വേണ്ടി മാത്രം കേട്ടോ നമ്മൾ മുളക് പൊടി ഇടുന്നത്, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും ഒരു മുളക് പൊടി ഇടുക. പിന്നെ നമുക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, അതും നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച് ഞാൻ കഴുകി നമ്മുടെ ബാഗിൻ്റെ അകത്ത് വെച്ചേക്കുന്നതാണ്. എല്ലാം നമ്മുടെ മോസ്റ്റ് ഓഫ് ദി സാധനങ്ങളും നമ്മുടെ ഹോം ഇൻഗ്രീഡിയൻ്റ്. കരിയാപ്പില നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ. അപ്പം ഞാൻ അതും നല്ല ഇതിൻ്റെ തണ്ടിന് വരെ നല്ല ടേസ്റ്റ്, അതാണ് ഞാൻ ഈ തണ്ട് വരെ ഇവിടെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഇത് മതി. ഇനി നമുക്ക് കുറച്ച് മാങ്ങയുണ്ടല്ലോ പൊടിച്ചതുണ്ടെങ്കിൽ അതും കൂടെ ഇടാം, ആംചൂർ പൗഡർ. ഓക്കെ, അതാണ് നമ്മുടെ ആംചൂർ പൗഡർ. അപ്പം ഞാനൊരു കുറച്ച് ആംചൂർ പൗഡറും കൂടെ എൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇടുക കേട്ടോ. കുറച്ച് മതി, കുറച്ച്. ഓക്കെ. അപ്പം ഇനി ഞാൻ കുറച്ച് നാരങ്ങാനീര് ഒഴിക്കുകയാണ്, ഒരു 1 ടീസ്പൂൺ, ഒരു പുളിക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. പുള്ളിക്കാരത്തി പറഞ്ഞാൽ നമുക്ക് സാമ്പാറിൻ്റെ പുളിയുടെ ഇത് ഒഴിക്കാതെ, നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ എടുത്തില്ല അതുപോലെ. പിന്നെ ഞാനൊരു കുറച്ച് വെള്ളം കൂടി എടുത്തിട്ട് ഒന്ന് അരച്ചിട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ കാണിക്കാം. കഥാപാത്രം ഇടാൻ മറന്നു, എന്നാന്നറിയാം, ഉപ്പിട്ടില്ലെങ്കിൽ ചമ്മന്തിക്ക് എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിക്കുന്നുണ്ട്, അപ്പോൾ കുറച്ചും കൂടെ ഉപ്പിടണം. എന്നാലും ഇപ്പം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഞാനങ്ങ് ഇടുവാണ് ഒരു 1 ടീസ്പൂണോളം ഉപ്പ് കേട്ടോ. ഒന്ന് അരയ്ക്കട്ടെ. ഇനി അപ്പം അരയ്ക്കാം, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇച്ചിരി വെള്ളം വേണമായിരിക്കും. ഒരുമാതിരി ഇത് അരഞ്ഞിട്ടുണ്ട്, അപ്പം ഒന്നും കൂടെ വേണമെങ്കിൽ ഒന്ന് അരയ്ക്കാം. അപ്പം ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഇതുണ്ടോ, ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പം നമുക്ക് നമ്മുടെ പാത്രം, സെയിം പാത്രം തന്നെ കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് ഗ്യാസൊക്കെ ഒന്ന് ഓൺ ചെയ്യട്ടെ. അപ്പം നമുക്ക് ഇത് എണ്ണ തന്നെയാണ്, അത് കാരണം എനിക്കധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട്, ഒത്തിരി വേണ്ട, കുറച്ച് മതി. വെളിച്ചെണ്ണ കേട്ടോ, നമ്മളിപ്പോൾ ഞാൻ ഉരുക്കിയതാണിത്, തണുപ്പുണ്ടായിരുന്നു. അപ്പം നമുക്കിനി ആ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേനും കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളെ ഒരു 1 ടീസ്പൂൺ കടുകിട്ടു, അതങ്ങ് പൊട്ടട്ടെ. ഇത് കടുക് പൊട്ടുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടുമ്പോഴത്തേനും നമ്മളിവിടെ അരച്ച് വെച്ചേക്കുന്ന ചട്നി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇച്ചിരി ഒന്ന് തീ കുറച്ചിട്ട് കേട്ടോ. ദേഹത്തൊന്നും വീഴാതെ ശ്രദ്ധിക്കണം. ഞാനത് മൊത്തം ഒന്നിട്ടേ. ഒരു കപ്പ് വെള്ളവും കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് ഒഴിക്കുകയാണ്. അപ്പം നമുക്കിത് എന്താ പറയുക, ദോശയ്ക്ക് ആണ് നമ്മളിത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം അത് കാരണമാണ്. അപ്പം നമ്മൾ ഉപ്പൊക്കെ ഇനി ഇടണ്ട, ഉപ്പ് ഓൾറെഡി ഇച്ചിരി കൂടി നിൽക്കുമായിരുന്നു മുമ്പേ ഞാൻ നോക്കിയപ്പം. അപ്പോൾ ഇത് കറക്റ്റായിരിക്കും ഉപ്പ്. ഇപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊട്ടും വെള്ളം ഒഴിക്കാതെ നിങ്ങൾക്ക് കട്ടിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു സാധനം കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതെന്നാന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ സാധാരണ നമ്മുടെ ചട്നിക്കകത്ത് ഇടാറില്ല, പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ടേസ്റ്റ്. എന്താണെന്ന് പറഞ്ഞാൽ അസഫോറ്റിഡ പൗഡർ കേട്ടോ.
അപ്പം ഞാനൊരു ഇച്ചിരി ഹിങ്ക് സാമ്പാറിനൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ ഇടാറില്ല സാധാരണ. അപ്പം ഒന്ന് തിളപ്പിക്കണം. നമ്മൾ ഒത്തിരി തിളച്ചാൽ ചമ്മന്തി നമ്മളെ പോകുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മുടെ ഞാൻ ഇച്ചിരി കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടോ ഇത് ചെയ്തേക്കുന്നത്. പുള്ളിക്കാരി ചെയ്ത് അതേപടിയല്ല ചെയ്തേക്കണം, എൻ്റേതായ കുറച്ച് ഡിഫറൻസൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം ഞാനെൻ്റെ ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കട്ടെ, ഉപ്പും കറക്റ്റാണോ എരിവൊക്കെ കറക്റ്റാണെന്ന്. ഓക്കെയാണ്. വേണമെങ്കിൽ നമുക്കൊരു ഇച്ചിരി വെള്ളവും കൂടെ വേണമെങ്കിൽ ഒഴിക്കാം, ഇച്ചിരി ഉപ്പ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് തിളയ്ക്കുന്നേ ഉള്ളൂ കണ്ടോ. ഇനി തിളച്ചാൽ അത് കൊള്ളത്തില്ല. അപ്പം നമുക്ക് ഇത് അങ്ങ് ചൂടിലങ്ങ് ആയിക്കോട്ടെ, നമുക്കിത് ഓഫ് ചെയ്യാം. ഓക്കെ, ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഓൾറെഡി ഇപ്പോൾ ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാനിന്ന് ദോശയുടെ കൂട്ടത്തിലാണ് കഴിക്കാൻ വേണം. മസാല ദോശയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോയത്. മസാല ദോശയുടെ കൂട്ടത്തിൽ ഞാനിത് ഉണ്ടാക്കിയിട്ട് പ്ലേറ്റിലാക്കി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിൽ കോവയ്ക്ക ഉണ്ടെങ്കിൽ അത് മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. കോവയ്ക്കയുടെ ഇല നമ്മുടെ എന്താ പറയുക, പത്തിലത്തോരന്, നമ്മുടെ കർക്കിടക തോരനിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കോവയ്ക്കയുടെ ഇല. അപ്പോൾ കോവയ്ക്കയുടെ ഇല വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ കോവയ്ക്ക കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ ഒത്തിരി നല്ലതാണെന്നാണ് പറയുന്നത്, അതായത് ബാഡ് കൊളസ്ട്രോളൊക്കെ. അപ്പം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. അപ്പം നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, നോട്ടിഫിക്കേഷൻ ബെൽ അടിക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള എന്താ പറയുക ഇന്നോവേറ്റീവായിട്ടുള്ള വീഡിയോയും നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം നിങ്ങൾ എനിക്ക് വാട്സപ്പിലും മെസ്സഞ്ചറിലൊക്കെ പേഴ്സണലായിട്ട് ഇടുമ്പോഴത്തേനും അത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല. അവർക്കും ആ സെയിം ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്കൂടെ ക്ലിയർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തും. ഓക്കെ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. അപ്പം ഞങ്ങളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. മസാല ദോശയും നമ്മുടെ കോവയ്ക്ക ചട്നിയും പിന്നെ സാമ്പാറും കൂട്ടി. അപ്പം ഞാനൊരു 1.5 മസാല ദോശ കഴിച്ചു കേട്ടോ. അപ്പം മസാല ദോശ ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇച്ചിരി ഉപ്പ് ഇച്ചിരി കൂടുതൽ, ഞാൻ 1 ടീസ്പൂൺ ഇടാൻ വേണ്ടി പോയപ്പോൾ അറിയാതെ 1 ടേബിൾ സ്പൂൺ ഇട്ടു. ഉണ്ടോ നല്ല ഗ്രീൻ ചട്നി. അപ്പോൾ കുറേ കോവയ്ക്ക ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, പക്ഷേ എനിക്ക് 3 കോവയ്ക്കയും കുറച്ചല്ലേ ആയിട്ടുള്ളൂ. എന്നാലും ഞങ്ങൾക്ക് കഴിക്കാനായിട്ടുള്ള അതുകൊണ്ട് നമുക്കൊരു കുറേ ദിവസം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാമെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല, നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ കമൻറ്റ് പറയുക. ഓക്കെ, ബൈ ബൈ. ഇനി രണ്ടാമതും ബൈ.